ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സെറ്റ് മെന്ററിംഗ്. നമ്മളൊക്കെ ചിലപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും അല്ലേ? പക്ഷേ ചിലപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് നമ്മൾ ഭയങ്കര സങ്കീർണതായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടാവും. ഏത് രീതിയിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാത്തൊരു കാരണം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിലപ്പോൾ നമ്മുടെ ചില ബിഹേവിയർ കൊണ്ടാവാം. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ സങ്കീർണമായ റിലേഷൻഷിപ്പ്, സങ്കീർണമല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത അല്ലെ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം എന്നുള്ളതിന് കുറച്ച് വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ അല്ല തേടേണ്ടത്. നിങ്ങൾ തന്നെയാണ് പെർഫെക്റ്റ് ആവേണ്ടത്. നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ പെർഫെക്റ്റ് അല്ലാതായി മാറുകയില്ല. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറായിട്ട് മാറാതിരിക്കുകയില്ല. മറ്റുള്ള ആളുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. അപ്പം നമ്മളെ തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് വേണ്ട രീതിയിലായി മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മളെയാണ് സ്നേഹിക്കേണ്ടത്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മളെയാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെയോ സ്നേഹിക്കാതെയോ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ പാർട്ണർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരിക്കലും ശരിയല്ല. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ മറ്റുള്ളവർ, നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുക, റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്നേഹവും റെസ്പെക്റ്റും ആദ്യം തുടങ്ങുന്നത് നമ്മളോട് ചെയ്യുന്നതിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുറ്റങ്ങളായി കാണാതെ അത് അംഗീകരിക്കുക, അല്ലെ നിങ്ങളുടെ കുറവുകളായിട്ട് അംഗീകരിക്കുക. അല്ലാതെ അത് എൻ്റെ കുറവുകളാണ്, അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, ആ ഒരു രീതിയിൽ അതൊരു കുറവായിട്ട് കാണാതെ അത് നിങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളായിട്ട് അതിനെ അംഗീകരിക്കുക. കാരണം നിങ്ങളത് നിങ്ങളിലുള്ള ഒരു കുറവ് അല്ലാതെ നിങ്ങളുടെ ഭാഗമായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരിക്കലും അത് നിങ്ങളുടെ കുറവ് എന്നുള്ള പേരിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ. നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിലുണ്ടാകുന്ന കുറവുകൾ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ അതിൻ്റെ പേരിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും മറ്റുള്ളവരുടേതുമായി കമ്പയർ ചെയ്യുകയോ മത്സരിക്കുകയോ ചെയ്യരുത്. കാരണം ബാക്കിയുള്ള ആളുകൾ പ്രോഗ്രസ് ഉണ്ടാക്കുന്നത് അവരുടെ ഒരു നിലവിലെ വിലക്കനുസരിച്ചായിരിക്കും, അല്ലെ അവരുടെ ഒരു രീതിക്കനുസരിച്ചായിരിക്കും. കാരണം ചിലപ്പോൾ അവരും ഒരേ സമയത്ത് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാകും, പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താഴ്ന്നു കിടക്കുകയായിരിക്കും, അല്ലെ അവരുടെ ഒരു ഹാപ്പിനെസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതൊരിക്കലും നിങ്ങളുടെ കുറവല്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ടൈം എടുക്കും, ഓരോരുത്തർക്ക് അവരുടേതായ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളും ടൈം എടുക്കുക, നിങ്ങൾ അതിൻ്റെ ടൈം എടുത്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. നിങ്ങളുടെ പാർട്ട്ണറിനും അതിൻ്റെതായ ടൈം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ അവരെങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് അവരെന്താണോ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അവർ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ അംഗീകരിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും സെൻസിറ്റീവ് അല്ലാതെ മാറരുത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹാർട്ട് ഇല്ലാത്ത ഒരാളായിട്ട് മാറരുത്. എപ്പോഴും കൈൻഡ് നിൽക്കുക, എപ്പോഴും വിനയം കാണിച്ചുകൊണ്ട് സ്നേഹം കാണിച്ചുകൊണ്ട് ഒക്കെ നിൽക്കുക. കാരണം എപ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് വിനയത്തോടെ നിൽക്കുക, നമ്മുടെ പാർട്ട്ണർ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ അവരെ കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് തിരിച്ചു കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും അവരോട് കല്ലുള്ളൊരു ഹൃദയത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോവാതിരിക്കുക. അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക. ഒരിക്കലും ഉള്ളിൽ വെച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല സ്നേഹം എന്ന് മനസ്സിലാക്കുക. അത് പ്രകടിപ്പിക്കാറുള്ളതാണ്. ഒരിക്കലും ഉള്ളിൽ വെച്ച് നിൽക്കുന്നത് സ്നേഹമായിട്ട് മാറുകയല്ല. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ അത് സ്നേഹമാവുകയുള്ളൂ. പറഞ്ഞാൽ മാത്രം പോരാ, അതിലുപരി അത് പ്രവർത്തിച്ച് സ്നേഹം കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രവൃത്തിയിൽ സ്നേഹം കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യൽ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറെ ജഡ്ജ് ചെയ്യൽ ഒരിക്കലും നല്ലതല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടേത് അങ്ങനെയാണ്, അവരുടെ ആ പെരുമാറ്റം അങ്ങനെയാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്ത് നമ്മുടെ പാർട്ട്ണറോട് പറയുന്ന സമയത്ത് എന്താ വിചാരിക്കുക, ആ ഒരു പെരുമാറ്റം പാർട്ട്ണറുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പാർട്ട്ണർ വല്ലാതെ ഹേർട്ടാവുന്നുണ്ടാവും. അതുപോലെ തന്നെ പാർട്ട്ണർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ജഡ്ജ് ചെയ്ത് അവളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ താളം തന്നെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പ്രാപ്തമായ ഒന്നാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ അൺനോട്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യാത്തൊരു കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ചെയ്തു കൊടുക്കുമ്പോൾ അതുപോലും നിങ്ങളുടെ പാർട്ട്ണറിന് ചിലപ്പം ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയേക്കാം. ചിലർ പറയാറില്ലേ, സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചിലപ്പം നിങ്ങൾ വലിയ ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല അവർ ആഗ്രഹിക്കേണ്ടത്, ചിലപ്പോൾ ചെറിയൊരു മുട്ടായി ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു മനസ്സിലാക്കുക. അതുപോലെ ഒരിക്കലും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ അതുവരെയുള്ള എല്ലാ സന്തോഷവും ഇല്ലാതാക്കരുത്. നമ്മൾ ഒരു ചെറിയൊരു നെഗറ്റീവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്തിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെ എപ്പോഴും പ്രശ്നമാണ്, അങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോൾ ആ ഒരു ദിവസം ഒരൊറ്റ പ്രശ്നമേ ഉണ്ടായിട്ടുണ്ടാവും. അതുവരെ ഫുൾ ഹാപ്പി ആയിട്ടേക്കും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആ ഫുൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് മാത്രം ഉള്ളിക്കെടുത്തിട്ട് ആ ഒരു അൺഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് മനസ്സിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് കൂടി നിങ്ങൾ ചെയ്യുക. കാരണം മറ്റുള്ളവരുടെ ശരി മാത്രം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒപ്പീനിയൻ മാത്രം നോക്കി, പാർട്ട്ണറുടെ ശരികൾ മാത്രം നോക്കി കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല, അല്ലെ ഞാൻ ഓക്കെ അല്ലേ റിലേഷൻഷിപ്പിൽ എന്ന് തോന്നിയേക്കാം, നിങ്ങൾക്ക് വിലയില്ല എന്നൊക്കെ തോന്നിയേക്കാം. കാരണം നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തതിനും നിങ്ങൾ ഓക്കെ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓക്കെ ആയതുകൂടി മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്തു വരിക, അല്ലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റെന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ശരിയാവണമെന്ന് വാശി പിടിക്കാതിരിക്കുക. കാരണം എല്ലാവരും തെറ്റുപറ്റും, അല്ലെ ഇതിപ്പോൾ തെറ്റല്ലെങ്കിൽ കൂടി നിങ്ങൾ തെറ്റായിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് നല്ലൊരു പോസിറ്റീവായിട്ട് ബാധിച്ചേക്കാം. ചില സമയത്ത് നിങ്ങൾ ശരിയായിരിക്കും ചെയ്തത്, അപ്പം പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ തെറ്റാൻ സമ്മതിച്ചു കൊടുത്താൽ ചിലപ്പം അവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പ്രശ്നം അവിടെ ചിലപ്പോൾ സ്റ്റോപ്പ് ആയേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിൽക്കും ചില പ്രശ്നങ്ങൾ, അത് കോംപ്ലിക്കേറ്റഡ് ആവില്ല മുന്നോട്ട്. അതുകൊണ്ട് തന്നെ ഈ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ചില സമയത്ത് സമ്മതിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ താഴ്ന്നു കൊടുക്കുന്നതൊക്കെ അത് റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മാത്രമേ ബാധിക്കൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ചോദിക്കുക നിങ്ങളോട് തന്നെ, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണറോ അല്ലെ ആരെങ്കിലും ഇതിൻ്റെ പേരിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഒരു പ്രവൃത്തിയാൽ ഹേർട്ടാവുമോ എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കാതെ ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത്രമേൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവിടെ ഹേർട്ടാവുന്നുണ്ടാവും. ആ ഒരു കാരണം തന്നെ മതിയാവും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇല്ലാതായി പോകാൻ, അല്ലെ പിരിഞ്ഞു പോകാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ഒന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കാം, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ ഓക്കെ ആയിരിക്കും, അല്ലെ അവർക്ക് സങ്കടം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് സങ്കടം ഉണ്ടാക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത്രമേൽ നിങ്ങളുടെ പാർട്ട്ണർ അത് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനും അത് നല്ല രീതിയിൽ മാത്രമേ ഇമ്പാക്ട് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും പുറമോടി മാത്രം കണ്ട് സ്നേഹിക്കാതിരിക്കുക, അല്ലെ പുറമോടി മാത്രം നോക്കാതിരിക്കുക. നമ്മൾ ഒരാൾ ഭംഗി മാത്രം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവരുടെ ഭംഗി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഇഷ്ടം തോന്നുമോ? ഇല്ല. അതിനുപരി ഭംഗി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ കെയർ, ഇതെല്ലാം അല്ലെ അവരുടെ പെരുമാറ്റം, ഇതൊക്കെയാണ് ബ്യൂട്ടി അല്ലെ ഭംഗി എന്ന് പറയുന്നത്. അല്ല, അത് പുറമോടി മാത്രമല്ല ഭംഗി. കാരണം ഇവയൊന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇവ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് ഇത്ര കാലം ലഭിക്കുന്നു അത്രയും കാലം ആ പാർട്ട്ണറോട് സ്നേഹമേ തോന്നുകയുള്ളൂ. അല്ലാതെ പുറമോടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പുറമോടി ഇപ്പം പോകുന്നു, അപ്പം നമുക്ക് അവരോടുള്ള സ്നേഹം ഇല്ലാതായി പോകും എന്നുള്ളതാണ്. അതുപോലെ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും അത് നോട്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ. എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പം കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് തന്നെ എന്താ വേണ്ടത്? ഒരാൾ നിങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് നിങ്ങൾ ചോദിക്കണം, എനിക്ക് നാളെ ഇതില്ലേ, അതായത് എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഇല്ലേ എന്നൊക്കെ നമ്മൾ എന്നോ സംസാരിച്ചത് ഓർത്ത് വെച്ച് സംസാരിക്കുക. അത് ഓർത്ത് വെക്കണം എന്നുള്ള ഒരു ബാധ്യതയുടെ പുറത്തല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എത്ര സന്തോഷം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ പാർട്ട്ണറും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അത് നോട്ടീസ് ചെയ്യുക, അത് പ്രകടിപ്പിക്കുക, അല്ലെ അത് കാണിച്ചു കൊടുക്കുക. ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു അഫെക്ഷൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ പ്രഷർ ചെയ്യാതിരിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രഷർ ചെയ്യാൻ നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക. കാരണം നമ്മളൊരു പ്രഷർ ചെയ്ത് എന്തെങ്കിലും ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സ്നേഹത്തിന് പുറത്ത് ചെയ്യുന്നതും പ്രഷറിൻ്റെ പുറത്ത് ചെയ്യുന്നതും രണ്ട് രീതിയിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസിന് വളരെയധികം പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ വോയിസ് ഒരാളെ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങളുടെ വോയിസിന് പവറുണ്ട്, അത്രയ്ക്ക് ശബ്ദത്തിന് പവറുണ്ട്. ആ ഒരു വോയിസ് അത്ര രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസിന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വോയിസ് ചിലപ്പോൾ അയാളെ നല്ല രീതിയിൽ താഴ്ന്നു കിടക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ പറഞ്ഞ ചിലപ്പം ബാഡ് ഡേ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കാര്യം ചെയ്തു അത് ചെയ്തു ഒക്കെ പറയുന്ന സമയത്ത് ചിലപ്പം
ആ ഒരു ബാഡ് മൂഡ് നല്ല രീതിയിലേക്ക് മാറ്റാൻ പോലും നിങ്ങളുടെ സംസാരം കൊണ്ട് സാധിച്ചേക്കാം. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യവും പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും. എല്ലാം ഞാൻ കാരണമല്ല ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുറ്റമായിട്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുകയാണ്. അതൊരിക്കലും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ പാർട്ട്ണർക്കും ഒരു പ്രഷറായിട്ട്, ഒരു നെഗറ്റീവായിട്ടേ മാറുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ അറിയാതെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ നിങ്ങളുടെ പാർട്ട്ണറെ പറ്റുകയാണെങ്കിൽ അത് ഒഴിവാക്കി വിടുക. ഒരിക്കലും അതുപോലെ പിടിച്ചു തൂങ്ങി നമ്മളൊരു അടുത്തൊരു പ്രശ്നമായിട്ട് മാറ്റണമെന്ന് എവിടെയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒഴിവാക്കി വിടാൻ പഠിക്കുക. അതുപോലെ ഓവർ ഡ്രമാറ്റിക് ആവാതിരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതുമ്മ പിടിച്ചു തൂങ്ങി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഒരു കാര്യമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നല്ല രീതിയിൽ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാനൊക്കെ കാരണം. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കി വിടാൻ പറ്റുന്നതാണെങ്കിൽ അത് സ്ലൈഡ് അവേ ഒഴിവാക്കി വിടുക. അല്ലെങ്കിൽ ഓവർ ഡ്രാമ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് മുന്നേ എന്നുണ്ടെങ്കിൽ അത് ഗീവ് ചെയ്തെടുക്കുക, പുറത്തു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പെയിന് അല്ലെങ്കിൽ വേദന മറ്റുള്ളവർക്ക് നിങ്ങൾ പണ്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം പുറത്തു കൊടുക്കുക. ഞാൻ അറിയാതെ പറ്റിയതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ സ്വയം പുറത്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ പുറത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ നമുക്ക് ഫോർഗീവ് ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഞാനങ്ങനെ ചെയ്തില്ല, ഞാൻ അന്നൊരു മോശം ആളായിരുന്നു, ആ ഒരു രീതിയിൽ എപ്പോഴും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ ബാഡായിട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സ്വയം പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയും? എക്സ്പെക്റ്റേഷൻസ് കൂടുന്നതും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നതുമാണ്. നമ്മൾ വല്ലാതെ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യും, എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും, അല്ലെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പാർട്ട്ണർ അങ്ങനെ ചെയ്യണം, അല്ലെ എനിക്ക് എൻ്റെ പാർട്ട്ണറെ കുറിച്ച് ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു പ്രഷറിലാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾ വല്ലാതെ എക്സ്പെക്ട് ചെയ്യണം, അത് കിട്ടിയിട്ടില്ലേ വല്ലാതെ നമുക്ക് സങ്കടം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേർക്ക് നേർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകില്ല. എക്സ്പെക്റ്റേഷൻസ് കൂടുകയും കമ്മ്യൂണിക്കേഷൻ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വല്ലാതെ റിലേഷൻഷിപ്പിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ റിലേഷൻഷിപ്പിൽ കുറയ്ക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കൂട്ടണം. കമ്മ്യൂണിക്കേഷൻ ഈസ് എ കീ എന്നല്ലേ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ കമ്മ്യൂണിക്കേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. രണ്ടുപേർക്കും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വേണമെങ്കിൽ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് ഹോണസ്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കുക. കാരണം സ്നേഹം, നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇഷ്ടം ആണ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതിപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കുക, അല്ലാതെ മറച്ചു വെക്കാതിരിക്കുക. മറച്ചു വെച്ചാൽ അതൊരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഹോണസ്റ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഓക്കെ അല്ലാത്ത ആളുകളുടെ കൂടെ ഓവർ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നേരത്തെ പറയുന്നത് പോലെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ വല്ലാതെ മോശമായിട്ട് ഇമ്പാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോ നമുക്ക് ഓക്കെ അല്ലാത്ത ആളുകളുടെ അടുത്തോ ഓവർ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുക. ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ ഓവർ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവന്ന് എങ്ങനെ ഭയങ്കരമായി നിങ്ങൾ ഇഷ്ടമില്ലാതെ പ്രഷറിന് പുറത്ത് കൊണ്ടുവരുന്ന ചേഞ്ചസ് കൊണ്ടുവരാണ്ടിരിക്കുക. ഇഷ്ടത്തോടെ കൊണ്ടുവരുന്ന ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ മാറും. അല്ലാത്ത പ്രഷറിന് പുറത്തുള്ള ചേഞ്ചുകൾ കൊണ്ടുവരാതെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുക, എനിക്കിതാണ് താല്പര്യം, ഞാൻ ഇങ്ങനെയാണ് എന്നും നിങ്ങൾ തന്നെ നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് യെസ് പറയാതിരിക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനൊക്കെ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് വല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ടയർഡ്നെസ് ഫീൽ ചെയ്യും. കാരണം നിങ്ങളുടെ ഒപ്പീനിയൻ അവിടെ ഒരു വില ഇല്ലാതാവുകയാണ്. അതുപോലെ നിങ്ങൾക്ക് അവിടെ ഒരു ഒപ്പീനിയൻ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നോ പറയുക. താല്പര്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം യെസ് പറയുക. അതുപോലെ എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങൾ കാരണമാണ് എന്ന് റിലേഷൻഷിപ്പിൽ തിങ്ക് ചെയ്യാതിരിക്കുക. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ രണ്ടാളുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാരണം കൊണ്ട് മാത്രമല്ല, അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യം കൊണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും അത് എൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വല്ലാതെ നിങ്ങളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യും, റിലേഷൻഷിപ്പിനെ കോംപ്ലിക്കേറ്റഡ് ആകും.
അപ്പം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 100% നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങളുടെ 100% നിങ്ങളുടേത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു സക്സസ് ആയിട്ടുള്ള അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ലൈഫിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്